ഹലോ സർ. ഹലോ ജെഡി, മേനോൻ നമ്മുടെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ പിടിച്ച എ എന്നറിയപ്പെടുന്ന ആൽബിയെ മേനോൻ കൊന്നുകളഞ്ഞു എന്നാണ് അറിഞ്ഞത്. എന്തിന്? അയാൾ ഒരു ഡബിൾ ഏജന്റ് ആണെന്നും നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് അയാളാണെന്നും മേനോന് മനസ്സിലായി. അതുകൊണ്ട് സൂക്ഷിക്കണം. ആ പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാ, ആൽബിയെ മേനോൻ കൊല്ലുന്ന സമയത്ത് അവിടെ പൃഥ്വി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മേനോൻ ഇവിടെ വന്ന സ്ഥിതിക്ക് പൃഥ്വിയുമായിട്ട് കൂടുതൽ അടുപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞങ്ങളെ ശ്രദ്ധിച്ചോളാം സർ. ഇനി ഒരവസരം കിട്ടിയാ ഞങ്ങൾ അയാളെ പിടിച്ചിരിക്കും. ഏയ്, അങ്ങനെ അവസരം വരുന്നത് നോക്കിയിരുന്നാൽ പോരെ ജെഡി. നമ്മൾ അയാളെ എങ്ങനെയെങ്കിലും പുറത്തിറക്കി കൊണ്ടുവരണം. ഇതൊരു ഗോൾഡൻ ചാൻസാ. ഡോണ്ട് മിസ് ഇറ്റ്. ശരി സർ, അയാളെ പുറത്തിറക്കാൻ എന്താ ചെയ്യാൻ പറ്റാൻ നോക്കാം. ഓക്കെ ജെഡി, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സർ. എന്താ മീനുവിനെ പുറത്തിറക്കിക്കൊണ്ടുവന്ന് അയാളെ നമ്മളെ പിടിക്കണമെന്നാ സാറ് പറയുന്നത്. അതിന് ഏറ്റവും നല്ല വഴി പൃഥ്വി തന്നെയാ. പക്ഷേ നമ്മൾ എങ്ങനെ പൃഥ്വിയെ ഉപയോഗിക്കും? നമുക്കൊരു ചൂണ്ടയിട്ട് നോക്കാം. ആ ചൂണ്ടയിൽ പൃഥ്വി കൊത്തിയാ പിന്നാലെ മേനോനും വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ ഈ സിം കാർഡ് ഒന്ന് മാറ്റിയിട്ട് പൃഥ്വി വിളിക്കാം. ഓക്കെ. ഹലോ. ഹലോ, ഇന്ദിര ടിവിയുടെ ആളല്ലേ? അതെ, നിങ്ങളാരാ സംസാരിക്കുന്നത്? ഞാൻ നോർത്ത് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. പോലീസ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത 25 കിലോ ഡ്രഗ്സും അതിന്റെ ഡീറ്റെയിൽസും നാളെ മീഡിയയ്ക്ക് മുന്നിൽ കാണിക്കുന്നുണ്ട്. ഒരു 10 മണിക്ക് ചാനലിൽ നിന്ന് റിപ്പോർട്ടേഴ്സിന് അയച്ചാ നിങ്ങൾക്കും ആ ന്യൂസ് കവർ ചെയ്യാം. സ്റ്റേഷനിലേക്കാണോ ഞാൻ വരേണ്ടത്? അല്ല, സ്റ്റേഷന്റെ അടുത്തൊരു ഗോഡൌൺ ഉണ്ടല്ലോ, അവിടെ വന്നാൽ മതി. ഡ്രഗ്സ് അവിടെയാ സൂക്ഷിച്ചിരിക്കുന്നത്. സ്റ്റേഷനിൽ വയ്ക്കുന്നത് റിസ്കാ. കോടികൾ വില വരുന്ന സാധനമല്ലേ. അതും മേനോൻ എന്ന കൊടും ക്രിമിനലിന്റെ ആളുകളുടെ കയ്യിൽ നിന്നാ അത് പിടിച്ചെടുത്തത്. നിങ്ങളുടെ റിപ്പോർട്ടേഴ്സ് കൃത്യസമയത്ത് തന്നെ വരുമല്ലോ? വരും, ഉറപ്പായി വന്നിരിക്കും. ഓക്കെ, അത് മതി. ശരി. അവൻ ഈ ചൂണ്ടയിൽ കൊത്തിയ ഇന്ന് തന്നെ ഡ്രഗ്സ് എടുക്കാൻ അവൻ പോവും. നമ്മൾ അവനെ എങ്ങനെ പിന്തുടരണമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് നോക്കാം.